2023 ജനുവരി മാസം 17-ാം തീയതി തൊഴിലും നൈപുണ്യം വകുപ്പ് ITI അടിസ്ഥാന യോഗ്യതയായിട്ട് നിഷ്കർഷിച്ചിട്ടുള്ള തസ്തികകളിലേക്കുള്ള നിയമനത്തിന് ITI, ITC, NIC, NTC ട്രേഡ് സർട്ടിഫിക്കറ്റുകളെ മറ്റ് ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകളുടെ സർട്ടിഫിക്കറ്റുമായിട്ട് തുല്യതപ്പെടുത്തുവാനോ BTech, MTech ഡിപ്ലോമ കോഴ്സുകളെ ITI ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉയർന്ന യോഗ്യതയായിട്ട് പറയുവാനോ കഴിയില്ല എന്നൊരു ഉത്തരവ് പുറത്തിറക്കിയിരുന്നു. ഈ ഉത്തരവിന്മേൽ ധാരാളം പേർ വാട്സപ്പ്, ഫേസ്ബുക്ക് വഴി ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചിരുന്നു. അതുപോലെ ധാരാളം പേർ ഫോൺ വഴി ഞങ്ങളോട് സംശയങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്നാൽ ഈ ഉത്തരവിന്മേൽ ഒരു വ്യക്തത വരാതെ എന്തെങ്കിലും അഭിപ്രായം പറയുന്നത് ഉദ്യോഗാർത്ഥികൾ ആശയക്കുഴപ്പം സൃഷ്ടിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇത്രയും നാൾ കാത്തിരുന്നത്. ഇപ്പോൾ PSC തന്നെ ഒരു യോഗ തീരുമാനമായി ഈ ഉത്തരവിന്മേൽ ഒരു വ്യക്തത വരുത്തിയിരിക്കുന്നു. അതിനാൽ സംശയം ഉന്നയിച്ചവരും അതുപോലെ എന്തെങ്കിലും സംശയം മനസ്സിലുള്ളവരും ഈ വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. ഏവർക്കും നമസ്കാരം. വെൽക്കം ടു CB+. ഈ ഉത്തരവ് 2023 ജനുവരി 17 മുമ്പുള്ള വിജ്ഞാപനങ്ങൾക്ക് ബാധകമാക്കേണ്ടതില്ല എന്നാണ് PSC കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ ഇനി വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസിനും ഇത് ബാധകമാക്കേണ്ടതുണ്ടോ എന്നുള്ള വിഷയം സംബന്ധിച്ച് വിശദമായ പരിശോധന നടത്താനും PSC കമ്മീഷൻ തീരുമാനമെടുത്തിട്ടുണ്ട്. ഈ ഉത്തരവ് തങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ള ഷോർട്ട് ലിസ്റ്റിനെയോ റാങ്ക് ലിസ്റ്റിനെയോ ഒക്കെ ബാധിക്കുമോ എന്ന തരത്തിലുള്ള സംശയങ്ങൾ പലരും ഉന്നയിച്ചിരുന്നു. ഈ സംശയങ്ങൾക്കെല്ലാം വ്യക്തമായ ഒരു ഉത്തരം PSC തന്നെ നൽകിയിരിക്കുകയാണ്. ഇനി ITI അടിസ്ഥാന യോഗ്യതയായിട്ട് നിഷ്കർഷിച്ചിട്ടുള്ള തസ്തികകളിലേക്കുള്ള നിയമനത്തിന് ഡിഗ്രി ഡിപ്ലോമ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ ഉടൻ തന്നെ ഒരു വ്യക്തത പ്രതീക്ഷിക്കാവുന്നതാണ്. സ്വാഭാവികമായും ഈ ഉത്തരവിനെയും ഈ ഉത്തരവിന്മേൽ കമ്മീഷൻ എടുത്ത തീരുമാനത്തെയും അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരുമുണ്ട്. നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റ് സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി.